ഏറ്റവും പ്രധാനപ്പെട്ട
അടിമകൾ ഇബാദുർ റഹ്മാൻ, ആ അടിമകളുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ട ചില പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വിശേഷണമുണ്ട്. അത് ഇബാദുർ റഹ്മാൻ എന്നതാണ്. ഇത് പ്രാർത്ഥിക്കാത്തവർക്ക് ആ വിശേഷണം ഇല്ല, അവരാ കൂട്ടത്തിൽപ്പെട്ടവരല്ല. ഇബാദുർ റഹ്മാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു ഈ പ്രാർത്ഥനകൾ പറയുന്നത്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. കേവലം നാവുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന വരികൾ ഉച്ചരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കില്ല. ഇബാദുർ റഹ്മാൻ എന്ന ഏറ്റവും ഉന്നതമായ പദവി കിട്ടണമെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഏതാനും ക്ലാസ്സുകളായി നമ്മൾ ഇതൊന്ന് വിശദീകരിച്ചു വരുന്നത്. ഈ പ്രാർത്ഥനയിലെ ഓരോ പദങ്ങളിലൂടെയും ഖുർആൻ വിശദീകരിച്ചത്, ഖുർആൻ പറഞ്ഞത് നമ്മൾ പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ വില്ലിയത്ത് എന്ന വാക്കാണ് നമ്മൾ പറഞ്ഞു വന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അതിൽ വില്ലിയത്ത് അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന് മുമ്പ് അസ്വാജ് പറഞ്ഞു. അതിനു മുമ്പ് അള്ളാഹുവിനോട് നമ്മൾ ആത്തിന എന്ന് പറയാതെ ഹബിലന എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? അതൊക്കെ നമ്മൾ ഖുർആനിൽ തന്നെ വിശദീകരിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് 18:3 അല്ലെ? ക്ലാസ് പറഞ്ഞത് 19ാമത്തെ സൂറത്ത് അല്ലെ? ഇനി സൂറത്തുൽ ബഖറയിലെ ഈ 128ാമത്തെ ആയത്ത്, അൽ-ബഖറയിലെ 128. അൽ-ബഖറയിലെ 128. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൂട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഇസ്മായിൽ സാഹിബ് ഒരു വോയിസ് എത്തിയിരുന്നു. അവർ കേട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ജീവിതത്തിൽ എന്നൊരു വലിയ പാഠം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസ്മായിൽ നബി അത് നടപ്പിൽ വരുത്തി തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായിരുന്നു ആ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ അതേ വിഷയം തന്നെ ഒന്നുകൂടി അല്ലാഹു തആല ആവർത്തിക്കുകയാണ്. കഅബ കണ്ടവരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തവരാണ്, ഹജ്ജും ഉംറയും ചെയ്തവരാണ്. അല്ലാഹു നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇനിയും ആ മണ്ണ് കാണാൻ ആഗ്രഹിക്കുന്നു, അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എത്ര പോയാലും എത്ര കണ്ടാലും മതി വരാത്ത, പൂതി തീരാത്ത ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം അത് മാത്രമാണ്, വേറെ എവിടെയില്ല. ആ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ കഅബയുണ്ട് എന്നതാണ്.
ആ കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയത്താണ് തൊട്ട് മുകളിൽ. വഇദ് യർഫഉ ഇബ്രാഹീമു അൽ-ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. കഅബയുടെ തറ അവിടെയുണ്ട്, അതിൽ മേൽ അതാണ് ഖവാഇദ്. അത് പടുത്തുയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാക്കണം പഠിച്ചോനെ. ഞങ്ങൾ രണ്ടുപേരെയും വാപ്പയും മകനും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നമുക്കൊന്നും ചിലപ്പോൾ ഇന്ന് അവസരം കിട്ടിയിട്ടല്ല വാപ്പാന്റെ കൂടെ പ്രാർത്ഥിക്കാൻ. വാപ്പ പ്രാർത്ഥിക്കുമ്പോ വാപ്പാന്റെ കൂടെ പ്രാർത്ഥിക്കാൻ. ഇത് ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു ഇസ്ലാമിലെ ഒരു മുസ്ലിമായ വാപ്പയും മകൻ എങ്ങനെ ആവാം? ഇനി വേറെ മാതൃകളൊന്നും തേടി പോകണ്ട. ഇന്ന് കുടുംബത്തിന്റെ കൺകുളിർമയാണ് നമ്മുടെ ഈ പ്രാർത്ഥന. കുടുംബത്തിന്റെ സമാധാനമാണ്, സന്തോഷമാണ്. ഏതെങ്കിലും ആളുകൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ കിട്ടുന്ന കുറെ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളൊക്കെ ഖുർആനിലുണ്ട്. എന്താ പറഞ്ഞതാണ്? അതല്ലാതെ ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു പുതിയ കാര്യം പറയാനില്ല. മനുഷ്യനെ പടച്ച മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരാൾക്ക് പറയാനില്ല. അയാൾക്കൊന്നും ഉണ്ടാക്കി പറയാൻ കഴിയില്ല. മനസ്സ് തന്നെയാണ് സത്യം, അതിനെ സൃഷ്ടിച്ച രീതിയും തന്നെയാണ് സത്യം. മനസ്സിന്റെ രീതി പടച്ചോ ഉണ്ടാക്കിയ രീതിയാണ്, വേറെപ്പുറമില്ല. അപ്പൊ എങ്ങനെയാവണം ഒരു കുടുംബത്തിൽ വാപ്പയും മക്കളും? വാപ്പ പറഞ്ഞാല് സാധാരണ കുടുംബത്തില് പല കുടുംബങ്ങളും പുലിമാർക്ക് വാപ്പാരുണ്ടായി. പണ്ടത്തെ വാപ്പ ഇപ്പോഴല്ല, അതൊക്കെ മാറ്റം വന്നു. എന്നിട്ട് വാ എന്നിട്ട് പോന്ന രണ്ട് പറച്ചില് ആ വാക്ക് മാത്രമായിരുന്നു. പലരും അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. മാറണം, മാറിയേ പറ്റൂ. കാരണം മക്കളെ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് മുത്തം കൊടുത്ത വാപ്പാരുണ്ട് അല്ലെ? വാപ്പാക്ക് ധാരാളം മുത്തം മക്കളിൽ കിട്ടിയിട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. രൂപ കൊണ്ടാകുന്ന മക്കളോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അല്ലെ? കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അതൊക്കെ നിന്നു, അതൊക്കെ മാറി. ചുണ്ടും നെറ്റിയും പുതിയൊരു പഠനമാണ്. ചുണ്ടിൽ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്താൽ അതിലൂടെ പ്രവഹിക്കപ്പെടുന്ന ഹോർമോൺ ഉണ്ടെന്നാ പറയുന്നത്. ഹോർമോൺ ചുണ്ടിൽ നിന്ന് ചുണ്ട് വെച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കുമ്പോൾ പ്രവഹിക്കപ്പെടുന്ന ഹോർമോൺ. നോക്കി ഇവര് സ്വന്തം മോനെ ചേർത്ത് നിർത്തിയിട്ട് ഒന്നും പറയണ്ട, ഒന്നും പറയാൻ എഴുതിയൊക്കെ തരാൻ. എന്തെങ്കിലും ഒരു പ്രശ്നം മക്കൾക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലാതെ ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും അവരെ ശാസിക്കേണ്ടി വരുന്ന സമയം, അവരെ ചീത്ത പറയേണ്ടി വരുന്നൊരു സമയം, അവരെ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരുന്നൊരു സമയം നമ്മുടെ മക്കളുണ്ടെങ്കിൽ, അവരത് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ പ്രതീക്ഷ നിൽക്കുന്നുണ്ടെങ്കിൽ കിട്ടും, ചീത്തകൾക്കും അടി കിട്ടും. ആ സമയത്ത് പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് ഒന്നും പറയാതെ ഒന്ന് ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് നോക്കിയിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല, പറയേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. വീട്ടിൽ പ്രശ്നം ഉണ്ടായി, ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായി, ഇറങ്ങിപ്പോയി വീട്ടിൽ തിരിച്ചു വന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകും തമ്മിൽ. ഭാര്യയൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്താൽ ആ പ്രശ്നം എന്തൊരു പ്രശ്നമായിരുന്നു അതവിടെ തീരും. ഒരുപാട് ദേഷ്യവും ഒരുപാട് പ്രതിഷേധമായിട്ട് വരുന്ന ഭർത്താവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തം കൊടുത്താൽ, സഹോദരനെ പടച്ചോണ്ടാക്കി വെച്ചതാണിത്. അതെന്നെ തീർന്നിട്ടില്ല, അത് ചോദിച്ചാൽ മതിയിരുന്നു അല്ലെ? വലിസാനൻ മതിയായിരുന്നു, തീർന്നില്ല. വർഷത്തെ രണ്ട് ചുണ്ട് നൽകിയിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറയാം, ചിന്തിക്കണം. എന്തിനാ പറഞ്ഞേ? ഒരു നന്മയിൽ തിന്മയിൽ രണ്ട് മാർഗങ്ങളുണ്ട്.
ആ മാർഗങ്ങളിൽ നന്മയുടെ വഴിയിലേക്ക് നിങ്ങൾ നയിച്ചവരാ പഠിച്ചു. അങ്ങനെ കലാമ തെറ്റില്ല. എത്ര ആൾക്കാരുണ്ടാവും ഇന്നും മുതിർന്ന മക്കളായിട്ട് ചേർത്ത് വിളിച്ച് ചുംബന കൊടുത്ത അറബികളെ കാണുന്നുണ്ട്. അറബികൾക്കിടയിൽ അത് ആ ഖുർആൻ അറബി ഭാഷയിലിറങ്ങിയ ആ ഗ്രന്ഥത്തിന്റെ എന്തൊക്കെയോ സ്വാധീനങ്ങൾ അവർക്കിടയിൽ ഇന്നുണ്ട്. എത്ര വലിയ മുതിർന്ന ആളുകളാണെങ്കിലും കവിളിനോട് ചേർത്തും ചുണ്ട് നെറ്റിയിൽ വെച്ചും അവര് ഉമ്മ കൊടുക്കുന്നത് കാണാം. വലിയ ആളുകൾ, മാതാപിതാക്കളും മക്കളും, നമുക്കെന്തോ ഒരു അകച്ചയാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ പാപ്പയും മക്കളും തമ്മിലൊക്കെ എന്തൊക്കെ ഒരു അകച്ച വന്നു പോയിട്ടുണ്ട്. അപ്പോ ഒരു ചെറിയ 1 വയസ്സ് 6 മാസം 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള ഒരു പാവക്കുട്ടിയെ പോലെ നമ്മൾ എന്തോ യാന്ത്രികമായി ചെയ്തു പോയ ഒരു മൊത്തം മാത്രമായിരുന്നു ചെറുപ്പത്തിൽ, അല്ലെ? പിന്നെ ആ മക്കൾ വലുതായപ്പോഴും മക്കള് ഞങ്ങളെ മക്കൾ തന്നെയാണ്. വാപ്പ തന്നെയാണ്, ഒപ്പം തന്നെയാണ്. ഒട്ടുമിക്ക പ്രശ്നങ്ങളും മോളെ പരിഹരിക്കപ്പെടും. ഞാനിത് പറഞ്ഞത് ഈ പ്രാർത്ഥന വാപ്പയും ഉമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, വാപ്പയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ കായബാലയിൽ പെടുത്തിയവർക്ക് ഇബ്രാഹിം ഇസ്മായിലും കൂടെ പ്രാർത്ഥിക്കുന്നത് റബ്ബന വജഅൽനാ മുസ്ലിമൈനി വമിൻ ദുർരിയ്യതിനാ, ഞങ്ങളുടെ സന്തതികളെ വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് വരുന്ന സമൂഹം അത് നിനക്ക് കീഴൊതുങ്ങിയ ഒരു മുസ്ലിം ഉമ്മത്താക്കണം. ഒറിജിനൽ മുസ്ലിം ഉമ്മത്ത്, ഉമ്മത്ത് മുസ്ലിമത്തല്ല. നമ്മള് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം അങ്ങാടി പോയി പറയും. ഞാൻ പറയുന്ന പോയിന്റ് നോട്ട് ചെയ്യണം. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം അങ്ങാടിയിൽ പോയി പറയും, പ്രസംഗിക്കും, വികാരം കൊള്ളിക്കും. മുസ്ലിം ഉമ്മത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പറയും, അല്ലെ? ജാഥ വിളിക്കും, പ്രശ്നം ഉണ്ടാക്കും. മുസ്ലിം ഉമ്മത്തിന്റെ പേര്, അല്ലെ? എവിടെയാണ് ഉമ്മത്ത് മുസ്ലിമിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത്? സ്വന്തം വീട്ടിലാണ്, സ്വന്തം കുടുംബത്തിലാണ്, സ്വന്തം മക്കളിലാണ്. ഇബ്രാഹിം ഇസ്മായിൽ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് എന്തെങ്കിലും പൂർവ്വ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുസ്ലിം ഉമ്മത്തിന് എനിക്ക് കൊടുക്കാനുള്ള സംഭാവന എന്താ അറിയോ? മുസ്ലിം ഉമ്മത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് ഞാനെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് കൊടുക്കാനുള്ള എന്റെ സംഭാവന എന്റെ മക്കളെ ഞാൻ മുസ്ലിം ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്റെ സ്വന്തം മക്കളെ മുസ്ലിമായിട്ട് കാണിക്കണം. എന്നിട്ട് നല്ല മുസ്ലിം ആയിട്ട് 2 ആൺകുട്ടികളായിട്ട് കൊടുക്കണം. അതല്ലാതെ അങ്ങാടിയിൽ പോയി കൊടികൾ കെട്ടി ജാഥ വിൽക്കലല്ല മുസ്ലിം പത്തിന്റെ പ്രശ്നം വരില്ല. ഞാൻ ഖുർആനിലെ പാട്ട് ആയത്താണിത്, ഉമ്മത്തും മുസ്ലിമത്തല്ലേ, അല്ലെ? മുസ്ലിമീങ്ങളെ പരിഹസിക്കലുണ്ട്. മുസ്ലിമീങ്ങളെ പരിഹസിക്കലെന്നാ പറയും, നിങ്ങളെ ഇവരെ വന്നല്ലേതാ ചോദിക്കല്. മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എങ്ങനത്തെ ഗ്രൂപ്പ് ഇത്ര വിഭാഗം ഇങ്ങനെയൊക്കെ ആയി, നിങ്ങളെ ഇവരെ വന്നല്ലേതാ? എല്ലാ മുസ്ലിമുകളും തിരിഞ്ഞ സ്ത്രീക്കാൻ ഇവരേക്കാണ് ചോദിക്കുക. ആ ഇവരെയാണ് കഅബ. ആ കഅബയുടെ നിർമ്മാണത്തിന് ശേഷം എന്താ കഅബയുടെ പ്രത്യേകത? ഖിയാമൻ ലിന്നാസ്, ജനങ്ങളെ നിലനിൽപ്പിന്റെ ആധാരം എന്ന കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഉമ്മത്ത് മുസ്ലിമൻ, ഞങ്ങളുടെ ദുർരീയത്തിന് ഉമ്മത്ത് മുസ്ലിമത്തല്ല. എന്നിട്ട് പറയാ വഅരിനാ, ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് പഠിച്ചവനെ. മനാസിക്കന, എന്താ മനാസിക്ക്? ആരാധനാകർമ്മങ്ങൾ. ആരാധനാകർമ്മങ്ങൾ, എന്തൊക്കെ ആരാധനകൾ, എപ്പോഴൊക്കെ ഏതൊക്കെ ആരാധനകൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് പഠിച്ചവനെ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവരും കാരുണ്യവാനുമാണ്. ഇതൊക്കെയാണ്. ഒന്ന്, ഹബലനാ മിന അസ്വാജിന വദുരിയാതിന എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ അത് നടപ്പിൽ വരുത്തുന്നവരായി തീരണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ആരാധന ക്രമങ്ങൾ കാണിച്ചു കൊണ്ട് പഠിച്ചോനെ. വാപ്പ
വാപ്പയും മകനും കൂടിയിട്ട് അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത് എവിടെ ഉണ്ടാകുക? ഇതെവിടെ കാണുക? നമ്മൾ നമ്മളെ മക്കളും എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ഇബാദത്ത് ചെയ്യണം, എവിടെ കാണുക? ഖുർആനിലാണ്. ഇത് കാണേണ്ട സ്ഥലം ഖുർആനാണ്. കാണിച്ചുകൊണ്ട് പഠിച്ചവനെ അപാകതകൾ അബദ്ധങ്ങൾ സംഭവിക്കും, പശ്ചാത്താപം സ്വീകരിക്കുക പഠിച്ചവനെ. ഉമ്മത്ത മുസ്ലിമത്തല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കെങ്ങനെ, നമ്മളെ ആരാണ് പറഞ്ഞത്? ഇബ്രാഹിം നബി നമുക്ക് ആരാണ് പറഞ്ഞത്? വാപ്പ അല്ലെ? അബീക്കും ഇബ്രാഹിം, നിങ്ങളെ വാപ്പ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസനായി കിടക്കുമ്പോൾ മക്കൾക്ക് കൊടുത്ത വസിയത്ത് എന്താണ്? ഇബ്രാഹിം നബി മരണാസനായി കിടക്കുമ്പോൾ ഇബ്രാഹിം നബി മക്കൾക്ക് കൊടുത്ത വസിയത്ത് എന്താണ്? നമ്മളെ വാപ്പ നമുക്ക് തന്ന വസിയത്ത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ വാപ്പയാണ് ഇബ്രാഹിം നബി എന്നാ പറഞ്ഞത്. അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം. ഇബ്രാഹിം നബി മക്കളായ നമുക്ക് തന്ന വസിയത്ത് കുടുംബമാണ് ലോകത്തെ ഏറ്റവും വലിയ ബർക്കത്ത് കിട്ടിയ കുടുംബം അല്ലെ? ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ബർക്കത്ത് എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യാവസ്ഥ, ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ ഏതാ? ദാരിദ്ര്യത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് അല്ലെ? ഭയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരില്ല. ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ ഏതാ? ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ദരിദ്രനാകാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. ഏത് കോടീശ്വരനും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാനിതിങ്ങനെ ചോദിക്കണം എന്തിനാന്ന് വെച്ചാല് പിന്നെ ഇപ്പൊ പരിശോധിക്കാനൊന്നുമല്ല. ഞാൻ ഈ ചില കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യം ക്ലാസ് കഴിഞ്ഞാലും മനസ്സിൽ നിൽക്കണമെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലി മാത്രമാണ്, വേറെ ഒന്നല്ല. അത് ദരിദ്രാവസ്ഥയാണ്. ഏറ്റവും വലിയ ഒരു മനുഷ്യൻ, ഏറ്റവും വലിയ ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഒരു കോടീശ്വരനും ഉണ്ടാവില്ല. ഒരു കോടീശ്വരനും ഉണ്ടാവില്ല. മനുഷ്യൻ ഏറ്റവും ദരിദ്രനാകുന്നത് എപ്പോൾ? ഇനി ഞാൻ പറഞ്ഞ കാര്യം കിട്ടും, മരണമാണ്. അള്ളാഹു പടച്ച ഒരു മനുഷ്യനെയും ദരിദ്രനാകാതെ പടച്ചപ്പെടുന്നു കൊണ്ടുപോയില്ല. ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു ഈ ഭൂമിയിൽ പടച്ച ഏത് മനുഷ്യനെയും, ഏത് കോടീശ്വരനാണെങ്കിൽ, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാം, ലോകത്തെ 10 കോടീശ്വരന്മാര്, ഇന്ത്യയിലെ 10 കോടീശ്വരന്മാര്, കേരളത്തിലെ 10 കോടീശ്വരന്മാര് അല്ലെ? എല്ലാവർക്കും അത് കാണാൻ താല്പര്യം. അതിന്റെ പിന്നാലെ അതെങ്ങനെയായത്, അങ്ങനെയായത് നമ്മൾ ആലോചിക്കാൻ. ഏത് കോടീശ്വരനും ദരിദ്രനാകാതെ ഈ ഭൂമിയിൽ പോകില്ല. ഏറ്റവും വലിയ ദരിദ്രാവസ്ഥ മരണമാണ്. മരണത്തോടുകൂടി അവന്റെ മുഴുവൻ സ്വത്തും മുഴുവൻ സമ്പത്തും അത് കിട്ടും. ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ലാത്തവനെ എന്താ? ഒന്നുമില്ല. പിന്നെ അനന്തരാവകാശികൾ കൊടുക്കുന്ന 3 കഷ്ണം തുണിയും പരുത്തിയുമായിട്ടാണ് പോവുക. ദരിദ്രനാക്കാതെ ശ്രദ്ധിക്കണം. ദരിദ്രനാക്കാതെ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു ഒരാളെ കൊണ്ടുപോവുക. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അള്ളാഹു ഖുർആനിൽ ശ്രദ്ധിക്കണേ, മനുഷ്യരെ വിളിച്ചാൽ പറയട്ടെ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ. അയ്യുഹന്നാസ് എല്ലാവരും പെട്ടു, എല്ലാ മനുഷ്യരും. അൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ ഫഖീറന്മാരാണ്. അതിൽ വിളിച്ച് രാജാവ് പെട്ടു, കോടീശ്വരൻ പെട്ടു, എല്ലാവരും. അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, ഇലല്ലാഹി മർജിഉക്കും ജമീഅ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് എല്ലാവരും മടങ്ങി പോകാനുള്ളത്. നിങ്ങളൊക്കെ ഫഖീറന്മാരാണ്.
ഒരു ഈജിപ്ത് എന്ന ഒരു രാജ്യം മുഴുവനായി ഭരിച്ചിരുന്ന മുഴുവൻ സ്വത്തിന്റെയും അവകാശിയായിരുന്ന ഫിർഔൻ ഒന്നുമല്ലാതെ ഏറ്റവും വലിയ ദരിദ്രനായിട്ട് മരിച്ചുപോയി, അപമാനിതനായിട്ട് മരിച്ചു. ഏറ്റവും വലിയ കോടീശ്വരനായ കാറൂൻ ഭൂമിയാണ് വിഴുങ്ങിയ അഡ്രസ് ഉണ്ടായില്ല, എവിടെ പോയി. എന്തിനാണ് ഈ ചിന്ത? ഇത് ഖുർആനിൽ സ്ഥലത്ത് പല സ്ഥലത്തുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു ഖൈറിനും ഞാൻ ഫക്കീറാണെന്ന് പറയാൻ പറഞ്ഞത്. എങ്ങനെ? ഏതൊരു ഖൈറിന്റെ മുന്നിലും ഞാൻ ഫക്കീറാണ്. ഈ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ശരി, എങ്കിൽ ദരിദ്രനായിട്ട് അല്ലാതെ ഒരാളും മരിക്കൂല, ദരിദ്രനാകാതെ ഒരാളും മരിക്കൂല. വാപ്പ മരിച്ച് വാപ്പാന്റെ സ്വത്ത് ഊരിക്കുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടായി ചോദിക്കും. 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല. വാപ്പ മരിച്ചതിന് ശേഷം ഒരു മകൻ മരിച്ചാൽ, വാപ്പ മരിച്ചതിന് ശേഷം ഒരു മകൻ മരിച്ചാൽ സ്വത്ത് ഒരിക്കുമ്പോൾ ആ മകന് കൂടി, കാരണം മരണത്തോടു കൂടി ആദ്യം മരിക്കുന്നു, അതോടുകൂടി സ്വത്ത് മുഴുവൻ അവകാശികളുടെ മേലേക്കാണ്. അത് പിന്നെ വീതിച്ചു കൊടുക്കുന്നത് വേറെ ദരിദ്രാവസ്ഥയാണ്. എങ്കിൽ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് സമ്പന്നനായി മടങ്ങാം, ധനികനായി മടങ്ങാം, ഐശ്വര്യത്തോടെ മടങ്ങാം അള്ളാഹുവിലേക്ക്. മനസ്സിലായി പറഞ്ഞത്? അവിടെ മരണത്തിന് ശേഷം ആരും ധനികൻ, അതാണ് നോക്കുക. ശരി, മുസ്ലിമായിട്ട് മരിക്കണം, മുസ്ലിമായിട്ട് മരിക്കണം, നമ്മൾ മരിക്കണം, നമ്മളെ മക്കൾ മുസ്ലിമായിട്ട് മരിക്കണം. അതാണ് മുസ്ലിമയിലൊക്കെ ഇനി അടുത്തത് 6:83. എൺപത്തി 84. ആറാമത്തെ സൂറത്തില് 84 മുതൽ 83 മുതൽ 87 വരെ നിരച്ചോളി. 83 മുതൽ 87 വരെ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ ദുല്യത്താണ്. ആ ദുല്യത്തിൽ 18-ൽ 3, 19, 58, 2, 128 ഇപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തുകളും മാതൃകകളാണ്. ഞാനീ പറഞ്ഞ ഇത്രയും ആയത്തുകൾ മാതൃകകളാണ്, നമുക്കുള്ള മാതൃക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള മാതൃകകളാണ് ഈ പറഞ്ഞു വെച്ചത്. ഇനി ആ മാതൃകകളെ അല്ലാഹു തആല 2 ആയത്തുകളിൽ ആവർത്തിച്ച് അതിനിടയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഞാനൊന്ന് വെറുതെ വായിച്ചു പോകാം, ശ്രദ്ധിക്കും. ഒന്ന് ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രം. നബിക്ക് തന്റെ ജനതയ്ക്കെതിരായി നാം നൽകിയ ന്യായപ്രമാണമാണ് അത്. ഇത് നമുക്ക് ആയത്തിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങളാണ്. നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നാം ഉയർന്ന പദവി നൽകും. നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നർഫഉ ദറജാതിൻ മൻ നശാ. എന്തെങ്കിലും ഓർമ്മയിൽ വരണ്ട, ഓർമ്മയിൽ വരണ്ട. നർഫഉ ദറജാതിൻ മൻ നശാ, നർഫഉ ദറജാതിൻ മൻ നശാ. നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ദറജ ഉയർത്തിക്കൊടുക്കും. എന്തെങ്കിലും മനസ്സിലേക്ക് വയ്ക്കാണോ? വേറെ
ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട്, തൊട്ടു മുമ്പിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഓർമ്മിക്ക് വരണം. എല്ലാവർക്കും വരണം. എന്താ വിഷയം? മരണല്ലേ പറഞ്ഞത്? അല്ലേ? അല്ലേ? മരിച്ച ഒരു മയ്യത്ത് കാണാൻ പോയിട്ടില്ല. മയ്യത്ത് കാണാൻ പോയിട്ടില്ല. മരിച്ച ഒരു മയ്യത്ത് കാണൽ സുന്നത്തുണ്ടോ? ഇല്ല. കാണൽ സുന്നത്തൊന്നുമില്ല. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ആർക്കൊക്കെ കാണാം? ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നവരൊക്കെ കാണാം. മുസ്ലിമിന് കാണാൻ പറ്റുമോ? കാണാം. ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നവരെ കാണാം. മരിച്ചതിന് ശേഷം പിന്നെ തൊട്ടയൽക്കത്തെ പിന്നെ അമുസ്ലിമായ ഒരു സഹോദരി വീട്ടിലെ പണിയെടുക്കുണ്ടാവും, സഹായിക്കുന്നൊക്കെ ഉണ്ടാവും, ഭയങ്കര ബന്ധയിക്കാണ്. പക്ഷെ മരിച്ചാൽ പിന്നെ മയ്യത്ത് കാണിച്ചു കൊടുക്കുക. അത് വർഗീയത, ഇസ്ലാമല്ല. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ, ജീവിച്ചിരിക്കുമ്പോൾ ആരുടെ കാണാമോ അവർക്കൊക്കെ മരിച്ചാലും കാണാം. മരിച്ചതിന് ശേഷം മാത്രം ഒരു കാണാൻ പാടില്ലായ്മയില്ല. ശരിയാണ്, നോക്കേണ്ട വേറെ വിഷയം. മരിച്ച മയ്യത്ത് നമ്മൾ കാണാൻ പോകുന്നു. കാരണം എന്താ? ആ മയ്യത്ത് കാണുന്ന പ്രത്യേകിച്ച് കണ്ടാൽ കൂലിയ കാര്യമൊന്നുമില്ല. മയ്യത്തിന്റെ കൂടെ പള്ളിയിലൊക്കെ പോയാൽ കൂലിയുണ്ട്, ഓരോ കാൽപാദത്തിന് കൂലിയുണ്ട്, മയ്യത്ത് നിസ്കരിച്ച ഇരട്ടി കൂലിയുണ്ട്, അതേസമയം തസ്ബീഹ് ചൊല്ലിയ അതിനിരട്ടി കൂലിയുടെ ഒക്കെ ഉണ്ട്. മയ്യത്ത് കാണുന്നതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കാണും നമ്മൾ. അതിന്റെ കാരണം എന്താ? മരിച്ച മയ്യത്ത് കാണാൻ വേണ്ടി നമ്മൾ പോകും. അതിന്റെ കാരണം എന്തിനാണ് മയ്യത്ത് കാണാൻ പോണത്? ആ മരിച്ച മയ്യത്തുമായി നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്. അല്ലെ? നാട്ടില് ഏതെങ്കിലും മനുഷ്യരൊന്നും നമ്മൾ കാണാൻ പോയില്ല. മരിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, നമ്മളുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ആ മുഖം ഒന്ന് കാണുക, അവസാനമായി നമുക്ക് കാണാം. അല്ലെ? അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. മയ്യത്ത് കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് ഈ പറഞ്ഞത്. നമ്മളെന്താ പറയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ. ആ മഹ്ദിയ്യീൻ എവിടെ കിട്ടും? താഴെ വരും. മഹ്ദിയ്യീൻ താഴെ വരും. കിട്ടുമെങ്കിൽ പ്രാർത്ഥന. ഒരു മയ്യത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. മയ്യത്ത് ഇങ്ങനെ കണ്ടുകാണ്ട് വെറുതെ മുഖത്ത് നോക്കിക്കാണ്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്നുകാണ്ട് പോരാനല്ല. മറിച്ച് ആ മയ്യത്ത് നമ്മൾ കാണുമ്പോ നമുക്കിനി ചെയ്യാനുള്ളതേ ഉള്ളൂ, ഒന്നുമില്ല. നമുക്ക് ആ മയ്യത്തിന് വേണ്ടി ഇതൊന്നും ഭൗതികമായി ഒന്നും ചെയ്തെടുക്കാൻ കഴിയൂല. നമുക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയ മനുഷ്യനാണ്, ഒരുപാട് നമ്മളെ സഹായിച്ച മനുഷ്യനാണ്, മരിച്ചു. നമുക്ക് അങ്ങനെ ഇല്ലെന്നും മറക്കാൻ പറ്റൂല. വലിയ ബന്ധമായിരുന്നു. ശരി, പെട്ടെന്ന് മരിച്ചു. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മരിച്ചു. മയ്യത്ത് കാണാൻ വേണ്ടി നമ്മൾ പോയി. അല്ലെ? പല ആളുകൾക്കും ഈ മരണം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടില് മരിച്ചോടത്ത് പോകാൻ ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പണിയാണ്. മരിച്ചോടത്തൊക്കെ ഉണ്ടാവില്ല. കല്യാണത്തിന് മുന്നിൽ കല്യാണ സർക്കാരിനെ കുറിച്ച് മരിച്ചോടത്തേക്ക് പോകാൻ പൊതുവാൻ വേണ്ടിയാണ്. അല്ലെ? ഈ മരണം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചിന്തിക്കൂല, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വേറെ ചിന്തിക്കുകയും ചെയ്യും. അല്ലെ? എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല. അത് കണ്ടില്ല, കഴിഞ്ഞ ദിവസം പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. ആ പൂനെയില് വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചു പോയ കുടുംബം. അല്ലെ? കാണാൻ ആരുണ്ടാവില്ല. ആ ഡാം തുറന്ന ഡാമിന്റെ അപ്പുറത്ത് വെള്ളച്ചാട്ടത്തിൽ മലവെള്ളം കുതിച്ചു വീഴാൻ അവര് ഒരു കുടുംബം ഒരു വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ഒരു കുടുംബാണ്. അവര് 9 പേരുണ്ട്. അവര് നിൽക്കി വെള്ളം ഒഴുകി വന്നിട്ട് താഴോട്ട് അവർ നിൽക്കുന്നത് നേരെ താഴ്ഭാഗത്തേക്ക് ഗർത്തമാണ്. ഗ്രിപ്പ് കിട്ടൂല. വെള്ളം ഒഴുകി പോയ സ്ഥലത്ത് വഴുതലുണ്ടാകും. ആ പാറ വഴുതലുണ്ടാകും. പിടിച്ചു നിൽക്കാൻ കിട്ടൂല, കഴിയൂല. അവര് രണ്ട് കരയിലും അവരുടെ ബന്ധുക്കൾ ആർത്ത് കരയാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ അതിലേക്ക് വന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആ വീഡിയോ തൊട്ടടുത്ത് തന്നെ എനിക്ക് അത് കാണാൻ പോലും ആ വീഡിയോ 4-5 മിനിറ്റ് ധൈര്യമുള്ള ആ വീഡിയോ കാണാൻ പോലും നമ്മളെ മനസ്സിന് കരുത്തില്ല. എങ്കിൽ മരണത്തിന്റെ മുഖത്ത് നിന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ കഴിയുന്നു. ആലോചിക്കും.
ആ വീഡിയോ കാണാൻ പോലുള്ള കരുത്തി നമുക്ക് ഇല്ലെങ്കിൽ മരിക്കുന്ന ഉറപ്പല്ലേ? കരയിൽ ആരും രക്ഷപ്പെടുത്താൻ കഴിയില്ല, മരിക്കുന്ന ഉറപ്പാണ്. വെള്ളം ശക്തി പ്രാപിച്ചു വരികയാണ്, അവര് ഒഴുകിപ്പോകും, ഗർത്തത്തിലേക്കാണ് പോണത്. ഒരു 4-5 മിനിറ്റ് സമയം ആവാൻ അവർ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട്. മരണത്തിന്റെ മുഖത്താണ് നിൽക്കണം നൃത്തം. 4-5 മിനിറ്റ് മരണത്തിന്റെ മുഖത്ത് നിൽക്കാനായി അതിന്റെ ഭീകരത ആലോചിച്ചു. ഒഴുകിപ്പോയി, നിമിഷ നേരം കൊണ്ട് ഒഴുകിപ്പോയി. അന്ന് ഞാൻ കുട്ടികൾക്ക് 5-ാം വയ്യത്ത് കിട്ടിയതാണ്, പിന്നെ എന്തായാലും ഞാൻ അറിഞ്ഞില്ല. 5-ാം വയ്യത്ത് കിട്ടിയതാണ്. ആ മരണത്തിന്റെ മുഖത്ത് നിന്ന ആ ഒരു അവസ്ഥ ആലോചിച്ചു. നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയും അല്ലെ? എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലും നമുക്ക് അറിയാത്ത ഫക്കീറായില്ലേ നമ്മളെ പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ട ഒരാളെ ഏറ്റവും ഹൃദയവുമായി ചേർത്ത് വെച്ച ഒരാളെ മയ്യത്ത് കണ്ടിട്ട് ആ മയ്യത്ത് കാണുമ്പോ പറയേണ്ടത് പോലും അറിയാത്ത ഒരു ഫക്കീറല്ലേ നമ്മൾ. ആലോചിക്കുക എത്രമാത്രം ദൗർഭാഗ്യം. ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? നമുക്ക് ഇനിയുള്ളത് അതല്ലേ ഉള്ളൂ. ആ മയ്യത്ത് കാണുമ്പോ ആ പ്രാർത്ഥനയാണ് ഈ കിടക്കുന്നത്. അതാണ് ഈ മാതൃക ആയി വരാൻ പോകുന്നത്. നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവി ഉയർത്തി കൊടുക്കും. അള്ളാന്റെ ആ ഉദ്ദേശത്തിൽ നമ്മൾ എത്തണം. അള്ളാഹു ഉദ്ദേശിക്കണം. അതിന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അവിടെ അള്ളാഹ് പറഞ്ഞത് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ ഉത്ബോധനമാണ് അല്ലെ? എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? അത് ഉദ്ദേശിക്കുന്നവർ വേണ്ടവർ അത് സ്വീകരിക്കട്ടെ അല്ലെ? ആർക്ക് വേണോ അതവർ സ്വീകരിക്കട്ടെ. അള്ള ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതാണ് ഉദ്ദേശത്തിലേക്ക് എത്തുള്ളൂ. പിന്നെ അവർ പറയാം ഓക്കെ മാറ്റി വെച്ചോളി. അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചു കൊടുത്തു. പ്രാർത്ഥന അറിയാമായിരുന്നു, കൊടുത്തു. അത് എങ്ങനെയാണ് തുടർന്ന് വരേണ്ടതെന്ന് അറിയാം, അതും ചെയ്തു. മുമ്പ് നൂഹിനും നാം ഹിദായത്ത്, അതാണ് മഹദിയെ. ആ ഹിദായത്ത് കിട്ടിയ ആൾക്കാരാണ്. മുമ്പ് നൂഹിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാ ഇബ്രാഹിമിന്റെ മക്കൾ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാഖൂബ്, ഇവനൊക്കെ മഹദിയാണ്. ബാപ്പാന്റെ മക്കള് ഇങ്ങനെ തുറന്നു പോകണം. നമ്മളെന്നെ വിലങ്ങനെയാണെങ്കിൽ മക്കള് അങ്ങനെ കൂടും. നമ്മൾ പ്രാർത്ഥിച്ചും നമ്മൾ ഇബാദത്ത് ചെയ്തും നമ്മൾ അധ്വാനിച്ചും ആഗ്രഹിച്ചും തലമുറയെ വളർത്തിക്കൊണ്ടുവരണം. ബാക്കി അവരൊക്കെയും നാം അവർക്ക് ഹിദായത്ത് കൊടുത്തു, മഹദീയിൽ അവരെപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കൾ ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ. തീർന്നില്ല, ബാക്കി മാതൃകകളാണ്. ഇതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതല്ല, സമയമില്ല. ഓരോന്നും ഈസാനബിന്റെ ബാപ്പല്ല, ഈസാനബിന്റെ ഉമ്മ അല്ലെ? ഉമ്മ എന്താ പ്രാർത്ഥിച്ചത്? ഈസാനബിന്റെ ഉമ്മ മറിയം, മറിയമിന്റെ ഉമ്മ മറിയമിന് വേണ്ടി ഓർമ്മല്ലേ പഠിച്ചത്? മറിയബീവിന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ഫലമായി മറിയബീവി. ആ വല്യമ്മ പ്രാർത്ഥിച്ചത് മറിയബീവിക്കും കുട്ടിക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്.
പ്രസവ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒക്കെ തുടർന്ന് കഴിയാണ്. ബാക്കി ലോകരേഖ അവർക്കൊക്കെ ശ്രദ്ധ കൊടുത്തു. ബാക്കി ഇബ്രാഹിം നബിന്റെ സഹോദരൻ ലൂത്ത് നബി. ബാപ്പി മക്കൾ മാത്രമല്ല, സഹോദരന്മാരുണ്ട്, എളാപ്പ മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. മാതൃക കാണിച്ചു നമ്മുടെ ഖുർആനിൽ മാതൃകകളാണ് ഇതൊക്കെ. വമിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വദുരിയ്യതിഹിം, അവരുടെ മക്കളിൽ നിന്ന്, വഇഖ്വാനിഹിം, സഹോദരങ്ങളിൽ നിന്ന്, വജിതബൈനാഹും, നാം അവരെ തെരഞ്ഞെടുത്തു, വിശിഷ്ടരായി തെരഞ്ഞെടുത്തു. വഹദൈനാഹും ഇലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നാം അവരെ ചേർക്കുകയും ചെയ്തു. അതാണ് മഹ്ദിയ്യീൻ. അതിന് നമ്മൾ യോഗ്യത വേണം. നമ്മൾ മരിച്ചാൽ ബാക്കിയുള്ളവർ നമ്മളെ മയ്യത്ത് കാണുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അല്ലാഹുവേ, ഈ മരിച്ച ഈ വ്യക്തിക്ക് ഇന്ന ഒരു ദറജ പഠിച്ചോ കണക്കാക്കിയ ദറജയാണ് മരിച്ചത്, പഠിച്ചോനെ കുറച്ചും കൂടി ഉയർത്തി കൊടുത്തു, പഠിച്ചോനെ കുറച്ചും കൂടി ഉയർത്തി കൊടുത്തു, പഠിച്ചോനെ നമ്മുടെ ഒരു അപേക്ഷ റബ്ബിനോട്. അദ്ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തി കൊടുത്തു, പഠിച്ചോനെ. ഇത്രയും മാതൃകകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ആയത്തോട് നോക്കി അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് മക്കൾ നന്നാകാത്തത്? അങ്ങനെ ഖുർആൻ അതിന് ഉത്തരം പറയുന്നത്. എന്തുകൊണ്ടാണ് മക്കൾ നന്നാവാത്തത്? പലപ്പോഴും നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ട് നന്നാണില്ല, എത്ര ഉപദേശിച്ചിട്ട് കേൾക്കണില്ല, എത്ര നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടും ഒരു മാറ്റം കാണുന്നില്ല. എന്തുകൊണ്ടാണ്? സൂറത്ത് അറാഫിലെ സൂറത്ത് ഇസ്രായിലെ 62 ആയത്ത് 1762 സൂറത്ത് ഇസ്രായിൽ. قال أرأيت هذا الذي كرمت علي قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا لأحتنكن ذريته إلا قليلا. കുറച്ച് ആൾക്കാരെ മക്കളെ നന്നാവുള്ളൂ. അപ്പൊ നമ്മൾ നന്നാകണ്ട നോക്കുവോ? കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 10 സീറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കൊണ്ടേക്കൊണ്ട് നമ്മൾ നോക്കുവോ? ഇല്ല. നമ്മളെ കുട്ടിക്ക് കിട്ടണം, അതിനുള്ള എല്ലാ പണിയും നമ്മൾ എടുക്കും, അല്ലെ? അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണ് മക്കൾ നന്നാകാത്തത്? അതിന്റെ ഉത്തരാണ് ഈ ആയത്. അതായത് നമ്മളെ മക്കളെ ശൈത്താനിന്റെ കെട്ടിൽ നിന്ന്, ശൈത്താനിന്റെ കീഴ്പ്പെടുത്തി വെക്കലിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കണം. ഞാൻ ആയത്ത് വായിക്കാം. കാല, ഇബ്ലീസ് പറഞ്ഞു. ആ കാല ഇബ്ലീസാണ്. കാല, ആ കാല ആര് പറഞ്ഞതാണ്? ഇബ്ലീസ് പറഞ്ഞതാണ്. എന്നേക്കാൾ നീ ആദരിച്ച് ബഹുമാനിച്ച ഈ വ്യക്തി ഉണ്ടല്ലോ, ഇവൻ ആരെന്ന് എനിക്ക് നീ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. കാരണം അവിടെ ഇപ്പൊ ഏറ്റവും വലിയ ആദരവാക്കിയത് ഇബ്ലീസിനെയായിരുന്നു. എന്തായിരുന്നത്? ഏറ്റവും വലിയ ആദരിച്ച ആളായിരുന്നു ഇബ്ലീസ്. പിന്നെ അല്ലാഹു തആല ഇബ്ലീസ് ജിന്നവർഗത്തിൽപ്പെട്ട ഒരുത്തനാണ്. അള്ളാഹ് പിന്നെ മനുഷ്യനെ പടക്കാണ്. മനുഷ്യനെ പടച്ചിട്ട് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയാണ്. അപ്പൊ ഇബ്ലീസിനേക്കാൾ കാര്യപ്പെട്ട ആളാണത്, ഉറപ്പാണല്ലോ. ഈ സുജൂദ്
ഇബാദത്തിന്റെ സുജൂദല്ല, ഈ സുജൂദ് ആദരവിന്റെ സുജൂദാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായത് എന്നേക്കാൾ ഒരു ഉയർന്ന സൃഷ്ടിയാണ്. എന്നിട്ട് അവിടെ വെച്ച് ഇബ്ലീസ് പറഞ്ഞ വാക്കാണ് എന്താണ്? ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് ആയുസ് നീട്ടിയിട്ട് തരികയാണെങ്കിൽ ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. ദുര്രീയത്വവും ഈ ആദമിന്റെ മക്കളെ, ആദമിന്റെ മുഴുവൻ മക്കളെയും ഞാൻ കീഴ്പ്പെടുത്തി വെക്കും. എല്ലാ കഴിയ കുറച്ചു പേരൊഴികെ, കുറച്ചു പേരൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇംഗ്ലീഷിലാണ്. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യ മക്കളെയും ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. ഇപ്പൊ മക്കൾ നന്നാകാതിന്റെ കാരണം പറഞ്ഞ ആര് കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്? ഇബ്ലീസ് കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളെ മക്കളെ മോചിപ്പിക്കണം. ഇബ്ലീസിന്റെ കീഴ്പ്പെടുത്തലിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് എങ്ങനെ മക്കളെ മോചിപ്പിക്കുക എന്നുള്ള മാർഗം എന്താ? ഖുർആനാണ്. അത് മാർഗം എന്താ? ഇബ്ലീസിന്റെ കീഴ്പ്പെടുത്തലിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം ഖുർആനാണ്. അത് കൊടുക്കുക. ഖുർആൻ മക്കൾ പഠിക്കണം. ഖുർആൻ കൊണ്ടായിരിക്കണം നമ്മൾ ആ മക്കളെ ഇബ്ലീസിന്റെ ശരീരം രക്ഷപ്പെടുത്തേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് നന്നാകുന്നില്ല എന്നതിന് ഉത്തരം അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ദുര്രീയത്തിനെ ആര് കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്? ഇബ്ലീസ്. ഈ ബോധമുണ്ടെങ്കിൽ, ഈ തിരിച്ചറിവുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ ആ കീഴ്പ്പെടുത്തലിൽ നിന്ന് നമ്മളെ മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതല്ലാതെ നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടൂല. അതുകൊണ്ട് ഇബ്ലീസിന്റെ പണി നമ്മളെ മക്കളെ എടുക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ മോചിപ്പിച്ചു കൊണ്ടുവരണം. അതെന്തൊക്കെ നമുക്കറിയാം, ശ്രദ്ധിച്ചാൽ മതി. ശരി, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശമാക്കി പ്രദാനം ചെയ്യട്ടെ. അനുരാഗം കൊണ്ട് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊണ്ട് മാറാക്കി തരട്ടെ. മാറ്റപ്പെട്ടവർക്ക് അല്ലാഹു മഹ്ഫറത്തിനെ മർഹമത്തിനെ പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ചെന്നൈയിലെ ബിസിനസ്സുകാരനായ ഇബ്രാഹിം സാഹിബിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ആവശ്യപ്പെട്ടിട്ട് ഒരു ചെറിയൊരു പരിക്ക് പറ്റി ഒരു സർജറി കഴിഞ്ഞ് കോഴിക്കോട് വിംസ് ആശുപത്രിയിലാണ്. അത് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ശിഫാക്കാൻ പ്രദാനം ചെയ്യട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു വേദന ദൂരീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം എല്ലാവിധ അപകടങ്ങളിലും വേദനകൾ